ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ മീനാക്ഷിയോടും മിത്രയോടും ഒക്കെ ക്ഷമ പറയാണ്. മക്കളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായോ? ഇല്ലച്ചാ, അങ്ങനെയൊന്നും ഇല്ല എന്നവർ പറയുകയാണ് കേട്ടോ. പക്ഷേ ബാല എന്നിട്ട് പറയാനുണ്ട്, നിങ്ങൾ മൂന്ന് മക്കളും ഈ വീടിൻ്റെ വിളക്കാണ്. നിങ്ങളെപ്പോലെ എനിക്ക് ഇതുപോലെ ഇത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്ന വേറൊരു മക്കളോ മരുമക്കളോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ലവരാട്ടോ നിങ്ങൾ. അച്ഛാ, ഞങ്ങളതപ്പോൾ തമാശയായിട്ടാണ് എടുത്തത്. തമാശയായിട്ടല്ല, അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം മക്കളെ. എന്തായാലും പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിയുമ്പോഴാണ് ഗോമതി അവിടെ നിൽക്കുക കേട്ടോ. ഗോമതിയുടെ മനസ്സൊക്കെ അങ്ങ് നിറഞ്ഞു പോയി. ബാലൻ ഇത്ര സ്നേഹത്തോടു കൂടി മരുമക്കളോട് ഈ വാക്കുകളങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ ഗോമതിയുടെ കവളിലേക്ക് സ്നേഹത്തോടെ ഒന്ന് തട്ടിയിട്ടാണ് ബാലൻ അങ്ങോട്ട് പോകുന്നത്. കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ ധർമ്മനോട് അച്യുതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ഈ അനുമോള്, അവളെക്കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? അവൾ ആളൊരു പാവമാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതെന്താ അച്ചുവേട്ടാ അങ്ങനെ പറയുന്നത്? അവളെ ഒരു പഞ്ചപാവം പെണ്ണ. പിന്നെ അത്രയും പാവം ആയതുകൊണ്ടാണല്ലോ ആലോകിനെ പോലെ ഒരുത്തനെ പോയി സ്നേഹിച്ചതും ആരോടും ഒന്നും പറയാതെ രഹസ്യമാക്കി വെച്ചിട്ട് അവസാനം അവൻ്റെ കൂടെ തന്നെ അവൾ ഇറങ്ങിപ്പോയില്ലേ. അവളൊരു പാവം ആയതുകൊണ്ടല്ലേ ഏട്ടാ. പാവം മണ്ണാങ്കട്ട. നീ എന്തറിഞ്ഞിട്ടാടാ? അവൾക്ക് എന്തെങ്കിലും ബാധയോ എന്തെങ്കിലും ഉണ്ടോ? ഏട്ടാ, വേറെ ആരെ വേണമെങ്കിൽ എന്ത് വേണം പറഞ്ഞോ. ആ കൊച്ചിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എടാ, ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്ക്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ അവൾ നോർമലായിട്ടല്ല നിൽക്കുന്നത്. അലോകിനോട് വലിയ പ്രശ്നത്തിലാണ്. ഇന്നലെ തന്നെ നീ കണ്ടില്ലേ രാത്രി ഇവിടെ ബഹളം അലോക് കിടന്ന് ഉച്ച വച്ചത്? ഓ അതോ, അതൊക്കെ അവരുടെ റൊമാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അച്ചുവേട്ടാ. ഇതാണോടാ റൊമാൻസ്? പിന്നെ അവനെ ഇവിടെയിട്ട് എന്താ ചെയ്യണമെന്ന് നിനക്കറിയുമോ? ചവിട്ടി കൂട്ടുക. അതിൻ്റെ നിലവിളിയാണ് ഇന്നലെ കേട്ടത്. അങ്ങനെയൊന്നും അല്ലേ. റൊമാൻസ് കൂടിയാലേ ആരെങ്കിലും ഭാര്യമാർ ഭർത്താക്കന്മാരെ തലയിൽ സാമ്പാർ ഒഴിക്കൂ. എന്തൊഴിക്കുമെന്ന്? എടാ, സാമ്പാർ, ചൂട് സാമ്പാർ എടുത്ത് തലയിൽ ഒഴിക്കും. അങ്ങനെയും ചെയ്യില്ല. എന്നാൽ ഇവളത് ചെയ്തു. അലോകിൻ്റെ തലയിൽ കൂടെ കുറേ സാമ്പാർ വാരി ഒഴിച്ചു ചൂടോടുകൂടി. അവൻ പൊള്ളി നിലവിളിച്ച് ഓടി, അറിയാമോ? അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ? അതാ ഞാൻ പറഞ്ഞത്. എടാ, ഇവളിവിടെ കല്യാണം കഴിച്ച അലോകിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം ആ ബാലനാണ്. ബാലൻ വിചാരിക്കുന്നുണ്ടാവും സ്വന്തം മകളുടെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ല, നമ്മളെ കൃഷ്ണമംഗലത്തുകാരെ തകർക്കണമെന്ന്. അതുകൊണ്ടായിരിക്കും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെയൊന്നും ആവില്ല അച്ചുവേട്ടാ. എടാ, ബാലൻ്റെ മനസ്സ് നോവണമെങ്കിൽ ഇവളെ ശരീരം നോവണം, എന്നാലേ പറ്റൂ. എന്താ ഏട്ടാ ഈ പറയണത്? അതേ അനുമോളെ, അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവൾ വേദനിച്ച് നിലവിളിക്കണം, എന്നാലേ ബാലന് സങ്കടമാവുള്ളൂ. ഏട്ടാ, മിണ്ടാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോകരുത്. ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിച്ച് ശരിയാക്കാം. നീ സംസാരിക്കാതെ ഇരിക്കുകയും ചെയ്. പക്ഷേ അനുമോളെ നീ ഇപ്പം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവൾ നേരാൻ വഴിക്ക് വന്നാൽ കൊള്ളാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പണി തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു നിൽക്കുക കേട്ടോ. ബാലനുള്ള പണി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. അപ്പോൾ ആനന്ദിനാണെങ്കിൽ ഭയങ്കര വിഷമമല്ലേ മാമ പോയതിൽ. ആനന്ദിനാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു മാമനോട്. ആകാശിനെ വിളിച്ചെത്തി പറയുന്നുണ്ട്, അതെ ജോലിക്ക് പോകാൻ നേരത്താണ് കേട്ടോ. എടാ, എന്തായാലും മാമൻ അപ്പുറത്തേക്ക് പോയി കൃഷ്ണമംഗലത്ത്. നമ്മൾ വിളിച്ചിട്ട് വന്നുമില്ല. അതും കാര്യം കഴിയട്ടെ, പോട്ടെ. പക്ഷേ ഈ പൈസ എവിടെയാണ് പോയത്? നമുക്കത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആകാശം പറയണ അത് ശരിയാണ്. കടയിലെ എനിക്ക് തോന്നുന്നതേ ഇപ്പോൾ കുറേ ഫ്രോഡുകൾ വന്നിട്ടുണ്ട്. കടയിലൊക്കെ കസ്റ്റമർ എന്നും പറഞ്ഞ് വരും, നമ്മളെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും, എന്നിട്ട് പതിയെ കാശടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ആരെങ്കിലും എനിക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ ആകാശിനോട്. അപ്പോൾ ആകാശ് പറയാം, ഇതിനു മുമ്പ് ഞാൻ പെട്ടിയിൽ നിന്നൊക്കെ കാശ് എടുത്തിട്ടുണ്ട് കേട്ടോ, കൊച്ചു പൈസകളാണ്. പക്ഷെ അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ എനിക്ക് സംശയം തോന്നുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആരാവും എനിക്കറിയാൻ പറ്റണില്ല. എന്നാലും പ്രത്യേകിച്ച് ആരും കടയിൽ വരാറില്ല. വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ ഉദയഭാനു സാറ് വരാറുണ്ട് കേട്ടോ. അങ്കിളെ, ആണോ? വരാറുണ്ടോ? വരും. വന്നാലേ വെറുതെ ഇരിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ ക്യാഷിലിരിക്കും, ചിലപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ മീനാക്ഷി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ചമ്മൽ പോലെ ആനന്ദ് പറയണം, എടാ അത് അവിടെ വന്ന് നിൽക്കുന്നെങ്കിലും ദേവിയുടെ അച്ഛൻ അങ്ങോട്ടൊക്കെ വരാറുണ്ടെന്ന് ദേവി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ദേവിയുടെ അച്ഛൻ അത്ര ഇഷ്ടമല്ല കേട്ടോ ദേവി അവിടെ ജോലിക്ക് വരുന്നത്. ആണല്ലേ? അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, പിന്നല്ലാതെ അങ്കിളിനത് ഇഷ്ടമാവോ? അങ്കിള് വലിയ ബിസിനസ് മാൻ അല്ലേ? അങ്ങനെയുള്ള ഒരാൾ ഇതുപോലുള്ള ചെറിയ കടകളിലൊക്കെ അങ്ങേരുടെ മകൾ വന്നിരിക്കുകയെന്ന് വെച്ചാൽ അങ്ങേർക്ക് തന്നെ നാണക്കേടല്ലേ? അതൊക്കെ കൊണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ടാണ്. പിന്നെ പലതവണയും വന്നിട്ടുണ്ട്, ഇരിക്കും. പക്ഷേ ദേവിയെടുത്തേക്ക് അങ്ങനെ കാശിൻ്റെ അഹങ്കാരമൊന്നും ഇല്ലല്ലോ. ഉദയഭാനു സാറിനും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കടയിൽ വന്നാലേ എല്ലാവരോടും സംസാരിച്ചിരിക്കും, നമ്മളോടൊക്കെ തമാശ പറയും, പിന്നെ സാധനങ്ങൾ എടുത്തു കൊടുക്കും, ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷും വാങ്ങും. അതാണല്ലേ, ക്യാഷൊക്കെ വാങ്ങും. അതെ, ശരി. എന്തായാലും എനിക്ക് പോകാൻ നേരമായി. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് പോവാം. പുറത്തിറങ്ങി നിന്നിട്ട് ആനന്ദ് ആലോചിക്കുക, പൈസ പോയ വഴി എന്തായാലും എനിക്ക് പിടികിട്ടി. എന്തായാലും ദേവിയോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിനേക്കാളും നല്ലത് ആൻറ്റിയോട് ചോദിക്കാം.
അവരെ പിടിക്കുന്നത് നല്ലത്. അങ്ങനെ ജോലിക്ക് പോകുന്ന വഴി യാദൃശ്ചികമായിട്ട് ശ്രീകലയെ കാണാട്ടോ. ശ്രീകലയുടെ കയ്യിലാണെങ്കിൽ കുറേ കവറുകളും ബിഗ് ഷോപ്പറും ഒക്കെ ഇരിപ്പുണ്ട്. ഒരു വലിയ കാറിലൊക്കെയാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. കാറിലോട്ട് കയറാൻ പോണതും ആനന്ദ് കണ്ടുപിടിക്കാട്ടോ. ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുകയാണ്. ആനന്ദിനെ കാണുമ്പോൾ ഇവരാദ്യം ഒന്ന് പരിങ്ങണുണ്ട്. എന്നിട്ട് പറയാം, ഓ നാശം, ഇവനിപ്പോൾ വരാൻ കണ്ട നേരം. അല്ല ആൻറ്റി, ആൻറ്റി ഇത് എങ്ങോട്ടാ? അതേ മോനെ, ഞാനൊരു ഷോപ്പിങ്ങിന് പോയതാണേ, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിനുള്ള കാശൊക്കെ ഇപ്പോഴാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് കാശൊക്കെ വരുന്നുണ്ട്. ആണോ? നമ്മുടെ ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ മാറിയെന്നാണ് തോന്നുന്ന മോനെ. അതെന്താ ആൻറ്റി അങ്ങനെ? അല്ല, ഇപ്പോൾ ഉദയേട്ടനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസകളൊക്കെ കിട്ടുന്നുണ്ടേ. ഇന്നാളൊരു ദിവസം ഒരു 2000 രൂപ കിട്ടി. പിന്നെ ഇതിപ്പോൾ വാങ്ങാനുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടിയത്? നല്ല കാറിലൊക്കെ പോകുന്നു. അതെ, അത് ഇപ്പോൾ 2 ദിവസത്തിന് കുറച്ച് പൈസ കിട്ടി. എത്രയാവും? 10-20,000 ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ടകാലം തീർന്നു എന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എന്തായാലും കാശുള്ളപ്പോഴല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാനൊരു AC ഉള്ള കാറും പിടിച്ചു. അത് കൊള്ളാം, നല്ല മഴയും തണുപ്പും ഉള്ളപ്പോൾ AC കാറിൽ പോകുന്നു, വല്ലാത്ത സുഖമാണ് ആൻറ്റി. അത് ശരിയാണ് കേട്ടോ. പിന്നെ എന്താ ആൻറ്റി വിഷമം പോലെ നിൽക്കുന്നത്? ഇത്രയൊക്കെ കാശൊക്കെ ഇല്ലേ, പൈസയൊക്കെ ആയില്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ശ്രീകല പറയാം, അതല്ല, ദേവിയെ വീട്ടിൽ കൊണ്ടാക്കും ഗോമതി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ എന്നൊക്കെ മോൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ കാര്യം മോനെ, അവളെ വീട്ടിൽ കൊണ്ടാക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഗോമതി സ്റ്റോറിൽ അവൾ ജോലിക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ലാന്ന്. അതെ, അത് ഉദയേട്ടൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളോട് സമ്മതിപ്പിക്കും. ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നേ ഗോമതി സ്റ്റോറിലെ ഉദയേട്ടൻ. ആണോ? പോയിട്ടുണ്ടായിരുന്നോ? ഇന്നലെയും പോയോ? ഇന്നലെയും പോയി. അത് ശരി. അപ്പോൾ ഇന്നലെയാണോ ഈ പൈസ വന്നത്? ഇന്നലെയാണ് ഈ പൈസയൊക്കെ കൊണ്ട് തന്നത് എന്ന് ശ്രീകല അങ്ങ് തുറന്ന് പറയാട്ടോ. പിന്നെ മോനെ, ദേവി അവിടെ കൊണ്ട് വിടരുത്. ഇപ്പോൾ അവളുടെ അനിയത്തിക്കാണെങ്കിലേ ഒരുപാട് ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശ്രീകല അപ്പോൾ പെട്ടെന്ന് കല്യാണ ആലോചനയാണോ? അതെ. അതെന്താ ഇത്ര പെട്ടെന്ന്? അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ തന്നെയാണ്. അവളെ ഇഷ്ടപ്പെട്ട് വന്നതാണ്, ബ്രോക്കർ മുഖേന ആലോചിച്ച് വന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവളെയും കൂടെ നീ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് വെച്ചാൽ അവളുടെ ഭാവി എന്താവും? അത് ശരിയാട്ടോ. ശരി ശരി മോനെ, എന്തായാലും ആൻറ്റി ചെല്ലേ, അങ്കിളിനോട് പറഞ്ഞാൽ മതി, ദേവിയോട് ഇനി പോണ്ട, വീട്ടിൽ നിന്നോളാം, ഇതൊക്കെ അത് ഞാൻ പറഞ്ഞോളാം. ശരി, അങ്ങനെയാണെങ്കിൽ ദേവി എൻ്റെ വീട്ടിൽ തന്നെ കാണുമല്ലോ എന്നിങ്ങനെ പറയാട്ടോ ആനന്ദ്. അതോടുകൂടി ആനന്ദിന് കാര്യം മനസ്സിലായി. പൈസ പോയ വഴി അയാൾ തന്നെ ഇത് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അങ്ങനെ ആനന്ദ് ദേഷ്യം പിടിച്ച് പോവാണ്. അവരൊന്നും അറിയണില്ല, അവരും എല്ലാം തുറന്ന് പറഞ്ഞ് അവർ പോവാ. കടയിൽ രാമേട്ടനാകെ കലിപ്പിലാട്ടോ. കാരണം ധർമ്മനെ കള്ളനാക്കി പറഞ്ഞയച്ചു എന്നുള്ള ഒരു വിഷമം അയാളുടെ മനസ്സിലും വന്നു. അങ്ങനെ അതുകൊണ്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു അവിടെ, സാധനങ്ങളൊന്നും എടുത്തു കൊടുക്കാതെ. ദേവി വന്ന് പറയേണ്ടത്, രാമേട്ട ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? രാമേട്ടൻ വിചാരിക്കുമ്പോഴല്ല, അച്ഛൻ അങ്ങനെ ആരെയും കള്ളനൊന്നും ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഈ വാച്ച് വാങ്ങിക്കൊണ്ട് വരാനുള്ള പൈസ എവിടെ നിന്നാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ധർമ്മൻ മാമനെ കള്ളനൊന്നും ആക്കിയില്ല. എന്നാലും ദേവി അത് ശരിയല്ലല്ലോ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? അവ എത്ര വർഷം കൊണ്ട് ഇവിടെ നിന്നതാ എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലൻ വരും കേട്ടോ. ബാലനോട് ഭയങ്കര ദേഷ്യമാണ്. ബാലനോട് പറയാം, ഞാനും ഇവിടുന്ന് പോവാടാ, എനിക്കിവിടെ നിൽക്കാൻ തീരെ തോന്നുന്നില്ല. എന്താ രാമേട്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാവും? അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എത്ര വർഷം കൊണ്ടുള്ള പഴക്കമാണെന്നറിയാമോ? പിന്നെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് സഹിക്കുമോ? അവന് എന്തോരം വിഷമം ഉണ്ടാവുമെന്നറിയോ? അപ്പോഴവർക്കിട്ട് തിരിച്ചു കൊടുക്കും. അതാണ് അവൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള അവനെ നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. രാമേട്ട, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ അവനോട് ചോദിക്കാനായിട്ട്? അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാ, അത് മോഷ്ടിച്ചോന്നല്ല. ഈ സുകന്യക്കുള്ള വാങ്ങിച്ച വാച്ച് അത് എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. അപ്പം തന്നെ അവിടെ സംശയം ആയില്ലേ ബാല? എന്ത് സംശയം? രാമേട്ടനൊന്ന് ഓർത്തു നോക്ക്. അവൻ ഇവിടുന്ന് പോവാൻ അങ്ങനെ സംശയിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. കാരണമുണ്ട്. ഞാൻ കടയിലോട്ട് കയറി വന്നപ്പോഴത്തേക്കിനെ ഇവിടുന്ന് അവ ഇറങ്ങിപ്പോയത് രാമേട്ടൻ കൂടെ കണ്ടല്ലേ, വെപ്രാളം പിടിച്ച് പോകുന്നു, കാസ്ട്രോയ്ക്കകത്ത് നിന്ന് പൈസ എടുക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഓട്ടോ കാശ് എടുക്കുവാണ്, നീ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പറയാം, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് പോയി. എന്തെങ്കിലും പറഞ്ഞോ? കാല് വെന്തതുപോലെ അവൻ നിൽക്കാതെ ചാടി ഓടി പോയില്ലേ. പിന്നെ അന്നത്തെ ദിവസം കാശും കാണാനില്ല. അപ്പോഴാർക്കായാലും സംശയം തോന്നൂലേ? ഇതെല്ലാവരും നിങ്ങളെല്ലാവരും കണ്ട കാര്യമില്ലേ, രാമേട്ടൻ ഉൾപ്പെടെ. അപ്പോൾ രാമേട്ടനും വിചാരിക്കണം അത് ശരിയാണല്ലോ, ആർക്കായാലും അപ്പോൾ ധർമ്മനെ സംശയിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാര്യം തുറന്നു പറയാതെയാണ് ഇറങ്ങിപ്പോയതും, അതും വെപ്രാളവും പരവേശവും ഒക്കെ ആയിട്ട്. ഞാനാണെങ്കിൽ എനിക്ക് എല്ലാവരും വിശ്വാസമാണ്. എന്താണെന്നറിയോ?
നിങ്ങളെല്ലാവരും എനിക്ക് വിശ്വാസം. ഞാൻ കൊണ്ടുവന്ന ഈ 50,000 രൂപ പെട്ടിക്കകത്ത് പോലും അല്ല വെച്ചിരുന്നത്, ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത്. എന്തുകൊണ്ടാണ്? നിങ്ങളെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഒരാളെ കള്ളനാക്കട രാമേട്ട? എനിക്ക് അവനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അവൻ്റെ ഭാഗത്തല്ലേ തെറ്റ്? അവൻ എവിടെ പോകണു, എന്തിനു പോകണു? അവൻ്റെ കയ്യിൽ ഇത്രമാത്രം പൈസ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചതിനുള്ള കാശ് എവിടെയാന്ന്. അത് ചോദിച്ചതിനാണോ തെറ്റ്? ഞാനാണോ തെറ്റുകാരൻ? പറ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതോടുകൂടി രാമേട്ടന് കാര്യം മനസ്സിലായി. രാമേട്ടൻ പിന്നെ ദേഷ്യമൊക്കെ മറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ദേവിയും ബാലനും കൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഇന്ദിരാമ്മയാണെങ്കിൽ ഗോമതിയെ കാത്തപ്പുറത്ത് നിൽപ്പുണ്ട്. ഗോമതി മുറ്റത്തേക്ക് ഇറങ്ങണത് ഗോമതി എന്ന് പറഞ്ഞ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ല വഴക്കുകൊടുക്കുന്നുണ്ട്. എന്നാലും നീയും ബാലനും ചെയ്തത് ശരിയായില്ല എന്ന്. പക്ഷേ ഗോമതി പറയും, അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? നമ്മുടെ മക്കളോടാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, മേശപ്പുറത്ത് നിന്ന് പൈസ നീ എടുത്തോ, അല്ലെങ്കിൽ അതെടുത്തോ ഇതെടുത്തോ? ഇതുപോലെ തന്നെയല്ലേ അവനോടും ചോദിച്ചത്. അത് ശരി, അങ്ങനെയാണെങ്കിലേ നീ ആകാശിനോടോ ആനന്ദിനോടോ ഒക്കെ ചോദിക്കാൻ എന്താ ഈ പൈസയുടെ കാര്യം? നീ അവനോട് മാത്രം ചോദിച്ചെന്താ? ഓ അമ്മേ, എനിക്കറിയില്ല അമ്മയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. എന്തായാലും കൊള്ളാം. എൻ്റെ ബാലേട്ടൻ ഒരിക്കലും അവനെ കള്ളനെന്ന് പറഞ്ഞിട്ടില്ല, പൈസ അവനാണ് എടുത്തതെന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം അവനോട് ചോദിച്ചു, അതിനെന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞില്ല? അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ദേ പുറകേന്ന് അച്യുതം വിളിക്കുക, അമ്മേ എന്താ അവിടെ, എന്താന്ന് എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് വരുവാട്ടോ. അങ്ങനെ രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ്. എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്